ഹലോ സ്റ്റുഡൻസ്, ഇന്ററിലെ സി എം എ ഇന്ററിൽ കോസ്റ്റിംഗിൽ ആറാമത്തെ ചാപ്റ്റർ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. അതിൽ 3 ഭാഗങ്ങളാണുള്ളതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിംഗ്, പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്, പിന്നെ ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ആണ്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഈ 3 ഭാഗമാണ് നമുക്ക് ഇന്റർല് കോസ്റ്റിംഗിൽ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളത്. ഇതേ 3 ഭാഗം തന്നെ ഇന്റർല് സെക്കൻഡ് ഗ്രൂപ്പിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലും ഈ 3 ഭാഗം ഉണ്ട്. ഇവിടെ കോസ്റ്റിംഗിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ 30 മാർക്കാണ് വെയിറ്റേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതെങ്കിലും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ അത് ഏതാണ്ട് 60 മാർക്കാണ് വെയിറ്റേജ് പറയുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. ടെക്നിക്സ് ആണ്, മെത്തേഡ്സ് അല്ല. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് അസർടൈൻമെന്റ് ആണ്. ടെക്നിക്സ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് അസർടൈൻമെന്റ് അല്ല. അസർടൈൻ ചെയ്ത കോസ്റ്റില് കോസ്റ്റ് കൺട്രോള്, കോസ്റ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റിംഗിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് മാനേജ്മെന്റിനെ സഹായിക്കുന്ന ടൂള് ആണ് ടെക്നിക്സിൽ പെടുന്നത്. ടൂളുകളാണ് ടെക്നിക്സിൽ ഉള്ളത്. അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, 6.2 ആറാമത്തെ ചാപ്റ്ററിൽ രണ്ടാമത്തെ ഭാഗം, ലാസ്റ്റ് ചാപ്റ്ററും കൂടിയാണ് ആറാമത്തെ ചാപ്റ്റർ. ഇപ്പൊ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ്, നമ്മളെല്ലാവരും കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24 ഉണ്ടെന്നറിയാം. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24 ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റിന് ഡിഫറെന്റ് വേയിൽ ക്ലാസിഫൈ ചെയ്യുന്നു, ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റാൻഡേർഡിൽ പറയുന്നത്. അതില് എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. നമുക്ക് വേണമെങ്കിൽ പ്രീ സെറ്റ്, നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ച കോസ്റ്റ് എന്ന് വേണം പറയാം. അതൊരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാകാം, അല്ലെങ്കിൽ ഒരു സർവീസുമായി ബന്ധപ്പെട്ടിട്ടാകാം. എങ്ങനെയാണ് നേരത്തെ നിശ്ചയിച്ച് വെക്കുക കോസ്റ്റിനെ? അത് നമ്മൾ പലതരം ടെക്നിക്കൽ സ്പെസിഫിക്കേഷനോ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ്, അത് ഡിഫറെന്റ് എലമെന്റ്സ് ഉണ്ടെന്നും ഇതേ ക്ലാസിഫിക്കേഷനിൽ പറയുന്നുണ്ട്, ഇതേ സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട്. CS1 പറയുന്നുണ്ട് എലമെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻ. മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ എലമെന്റ് ആണ്, മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാകും. ലേബർ ഒരു എലമെന്റ് ആണ്. ഓവർ ഹെഡ്സ്, ഡിഫറെന്റ് ഓവർ ഹെഡ്സ് എലമെന്റ് ആണ്. അപ്പോ ഈ ഓരോ എലമെന്റ് ഓഫ് കോസ്റ്റും പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെക്കുന്നു, പ്രീ സെറ്റ് ചെയ്ത് വെക്കുന്നു, നേരത്തെ നിശ്ചയിച്ച് വെക്കുന്നു. എന്നിട്ട് അതിനനുസരിച്ചിട്ട് പ്രവൃത്തികൾ ചെയ്യുന്നു, പ്രൊഡക്ഷൻ ചെയ്യുന്നു, ആക്ടിവിറ്റീസ് ചെയ്യുന്നു, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു ബെഞ്ച് മാർക്ക് കിട്ടി. ഓരോ എലമെന്റ്സിനും കോസ്റ്റ് എന്തായിരിക്കണം എന്നുള്ളതിന്റെ ബെഞ്ച് മാർക്ക് നമുക്ക് കിട്ടി. എന്നിട്ട് അത് ആക്ച്വലി അത് തന്നെയാണോ സംഭവിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നു. ദെൻ മാനേജ്മെന്റിന് അപ്പോൾ ഉള്ളൊരു സൗകര്യം അത് കമ്പയർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. എന്നിട്ട് എവിടെയാണ് പ്രശ്നം ഉണ്ടായത്, അത് കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കോസ്റ്റിനേക്കാൾ കുറവാണ് കോസ്റ്റ് വന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സന്തോഷമാണ്, നമുക്ക് ഫേവറബിൾ ആണ്, നമുക്ക് ആ വിചാരിച്ച കോസ്റ്റ് ആയിട്ടില്ല. ഇനി നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ് കോസ്റ്റ് വന്നതെങ്കിലോ? അവിടെ നമുക്ക് ഫേവറബിൾ അല്ല, അഡ്വേഴ്സ് ആണ്. അപ്പൊ അവിടെ കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ടി വരും. നമ്മൾ സെറ്റ് ചെയ്തത് ഇത്രയാണ്, നമ്മൾ ഇത്രയാണ് നിശ്ചയിച്ചു വെച്ചിരുന്നത്, പക്ഷെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ കോസ്റ്റ് ഉണ്ടായി. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാം. അതുകൊണ്ടാണ് ഇതൊരു ടെക്നിക്കൽ ഐറ്റം ആണെന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റിംഗിലെ ടെക്നിക്സിൽ പെടുന്നതാണ്, അല്ലാതെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊന്നും ഇതിലില്ല. ഓക്കെ, അപ്പോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താന്ന് മനസ്സിലായി. ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ആയി ബന്ധപ്പെട്ടിട്ടുള്ള. ഇത് നിശ്ചയിക്കുന്നത് ടെക്നിക്കൽ സ്പെസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ്. ഇത്
എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. ഏതെങ്കിലും സുമാറായിട്ടുള്ള പരിപാടിയല്ല, കറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്, നമ്മുടെ സിറ്റുവേഷനും കണ്ടീഷനൊക്കെ ഓപ്പറേറ്റിംഗ് കണ്ടീഷനൊക്കെ ഓക്കെയാണ്, ഒരു അബ്നോർമൽ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, എല്ലാം നോർമൽ ആണ് എന്ന ആ ഒരു നോർമൽ സാഹചര്യത്തിൽ ഉണ്ടാകുന്നതിനനുസരിച്ച് എന്ത് വരും, ഓക്കെ, അതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സെറ്റ് ചെയ്ത കോസ്റ്റ് ആണ് ഇത്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുകയും ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ ആക്ച്വലുമായി കമ്പയർ ചെയ്യും, എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡിഫറൻസ്, വേരിയൻസോ വേരിയേഷനോ ഉണ്ടോ, അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം, അത് അനലൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയും അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും നമുക്ക് എന്തുകൊണ്ട് ആ സംഭവങ്ങൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി, അപ്പോൾ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടോ, അല്ല സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്തതിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ, എല്ലാം ചെക്ക് ചെയ്ത് കൃത്യമായി ആ ഒരു സംഗതി നിശ്ചയിച്ച് വെക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഓക്കെ, ഇപ്പൊ കോസ്റ്റ് സെറ്റ് ചെയ്യുന്നു, ആക്ച്വലായി കമ്പയർ ചെയ്യുന്നു, വേരിയൻസ് പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ ഫേവറബിൾ ആകാം അല്ലെങ്കിൽ അഡ്വേഴ്സ് ആകാം. ഫേവറബിൾ ആയാലും അഡ്വേഴ്സ് ആയാലും എന്തുകൊണ്ടാണ് നമുക്ക് ഡിഫറൻസ് ഉണ്ടായത് നമ്മൾ നോക്കുന്നു. അഡ്വേഴ്സ് ആണെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുന്നു, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഈ കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു, ദെൻ ആക്ച്വലി അത് എന്തായിരുന്നു, അത് എത്രയാണ് ഉണ്ടായിരുന്നത് എന്ന് കളക്ട് ചെയ്യുന്നു, ദെൻ കമ്പയർ ചെയ്യുന്നു, കമ്പയർ ചെയ്തതുമായിട്ട് പ്രീ ഡിറ്റർമൈൻഡ് സെറ്റ് ചെയ്തതുമായി തട്ടിച്ചു നോക്കിയിട്ട് കമ്പയർ ചെയ്യുന്നു. ഇതാണ് 3 സ്റ്റെപ്പുള്ളത്. ഇനി ഇതിലുള്ള മറ്റൊരു ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇപ്പൊ പറഞ്ഞു തന്നെ, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ നമുക്ക് നോക്കാം. CIMAയുടെ ഒഫീഷ്യൽ ടെർമിനോളജി ഉണ്ട് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട്. ദ പ്രാക്ടീസ് ഓഫ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ആക്ടിവിറ്റീസ് ദാറ്റ് റിക്വയർ അറ്റൻഷൻ ആൻഡ് ഇഗ്നറിംഗ് ദോസ് വിച്ച് അപ്പിയർ ടു ബി കൺഫേമിംഗ് ടു എക്സ്പെക്ടേഷൻ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത സ്ഥാപനത്തില് സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു, ആക്ച്വലുമായി കമ്പയർ ചെയ്തു. അപ്പൊ ചില കാര്യങ്ങളിൽ നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും, അഡ്വേഴ്സ് ആയിട്ടുള്ള കാര്യമായിരിക്കും, അഥവാ നമ്മൾ വിചാരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ കോസ്റ്റ് വന്നിട്ടുണ്ടാവും. ചില ഏരിയയിൽ നമ്മൾ വിചാരിച്ചത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ വിചാരിച്ചത്ര അഥവാ എക്സ്പെക്ടേഷനെ കൺഫേം ചെയ്യുന്ന സംഗതികൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഗ്നർ ചെയ്യുന്നു. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ദാറ്റ് റിക്വയർ അറ്റൻഷൻ ശ്രദ്ധ ആവശ്യമുള്ള, അഥവാ നമുക്ക് അഡ്വേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാവും. ചില ഏരിയയിൽ കോസ്റ്റ് കൂടിപ്പോയിട്ടുണ്ടാവും, അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടീസിനെ പറയുന്ന പേരാണെന്ത്, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ടിപ്പിക്കലി സ്റ്റാൻഡേർഡ് കോസ്റ്റ് വേരിയൻസസ് ഓർ വേരിയൻസസ് ഫ്രം ബഡ്ജറ്റ് ആർ യൂസ്ഡ് ടു ഐഡന്റിഫൈ ദോസ് ആക്ടിവിറ്റീസ് ദാറ്റ് റിക്വയർ അറ്റൻഷൻ. അപ്പൊ സ്റ്റാൻഡേർഡ് കോസ്റ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഏത് ആക്ടിവിറ്റിക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, അറ്റൻഷൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രാക്ടീസ്, എന്താ പ്രാക്ടീസിന്റെ പേര്, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. എന്താണ്, ദ പ്രാക്ടീസ് ഓഫ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ആക്ടിവിറ്റീസ് ദാറ്റ് റിക്വയർ അറ്റൻഷൻ ആൻഡ് ഇഗ്നോർ ദോസ് ആക്ടിവിറ്റീസ് അപ്പിയർ ടു ബി കൺഫേമിംഗ് ടു എക്സ്പെക്ടേഷൻ. ഓക്കെ, ടിപ്പിക്കലി സ്റ്റാൻഡേർഡ് കോസ്റ്റ് വേരിയൻസസ് ഫ്രം ബഡ്ജറ്റ്സ് are used to identify those activities that require attention. അറ്റൻഷൻ ആവശ്യമുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് പോലുള്ള കോസ്റ്റിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു ടോപ്പിക് ഇതിൽ തിയറി വരുന്ന ഭാഗം, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടന്നില്ല, പ്രോബ്ലമാണ് നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. എന്നാലും തിയറി ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസസ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആർ ഇന്റൻഡഡ് ടു ബി ഡിറ്റർമൈൻ വാട്ട് ദ കോസ്റ്റ് വിൽ ബി, എന്തായിരിക്കും കോസ്റ്റ് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക. ഇപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് എന്താകും, നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്തില്ല, ഇന്നതാകും, അത് എസ്റ്റിമേഷൻ ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റോ വാട്ട് ഷുഡ് ബി, എന്താകണം, നിർബന്ധമാണ്. നമ്മൾ ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, അതായിരിക്കണം, അല്ല അതായിരിക്കും എന്നുള്ളതല്ല. ഇപ്പൊ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി കോസ്റ്റ്,
വാട്ട് ദ കോസ്റ്റ് വിൽ ബി. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ദ കോസ്റ്റ് ഷുഡ് ബി. അപ്പോ പൊതുവെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് എസ്റ്റിമേഷൻ ഉപയോഗിക്കുക. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് സിസ്റ്റത്തിലൊക്കെയാണ് ഉപയോഗിക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റത്തിലാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിക്കുന്നത്. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് അറിയേണ്ടത്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി, എന്തായിരിക്കും. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഷുഡ് ബി. പിന്നെ സ്റ്റാൻഡേർഡ് ഏതൊക്കെ ഉണ്ടെന്നുള്ളത്, ഐഡിയൽ സ്റ്റാൻഡേർഡ്, അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്, കറണ്ട് സ്റ്റാൻഡേർഡ്, ബേസിക് സ്റ്റാൻഡേർഡ്, ഇങ്ങനെ കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടെന്ന് വേണം പറയാം. ഇപ്പൊ ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ മോസ്റ്റ് ഫേവറബിൾ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഫിക്സ് ചെയ്യുന്നതാണ്. വേസ്റ്റേജ് ഇല്ല, ഇൻഎഫിഷ്യൻസീസ് ഉണ്ടാവുന്നില്ല, ഐഡിൽ ടൈം ഉണ്ടാവുന്നില്ല, ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നില്ല, എല്ലാം പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്ത, ഇമ്പാക്ട് ചെയ്യാത്ത, എംപ്ലോയീസുമായി ബന്ധപ്പെട്ടിട്ടോ മറ്റുമായി ബന്ധപ്പെട്ടിട്ടോ ഹാർഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്ത, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് ഐഡിയൽ സ്റ്റാൻഡേർഡ്. അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എഫിഷ്യന്റ് സിറ്റുവേഷനിൽ സെറ്റ് ചെയ്യുന്നതാണ്, പക്ഷെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. ചിലപ്പം വേസ്റ്റേജ് ഉണ്ടാകാം, അത് പരിഗണിക്കേണ്ടി വരും. ഇൻഎഫിഷ്യൻസീസ് ഉണ്ടാകാം, പല കാരണങ്ങളാൽ അത് പരിഗണിക്കേണ്ടി വരും. മെഷീൻ പലപ്പോഴും തകരാറിലാകാം, അത് പരിഗണിക്കേണ്ടി വരും. അങ്ങനെ പല സിറ്റുവേഷൻസും പരിഗണിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തതിന് ശേഷം പോസിബിൾ സിറ്റുവേഷനിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസിനൊക്കെ കോപ്പറേഷൻ, സഹകരണത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നതിന്റെ അടിസ്ഥാനത്തിൽ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്. ദെൻ ഉള്ളത് കറണ്ട് സ്റ്റാൻഡേർഡ് ആണ്. കറണ്ട് വർക്കിംഗ്, നിലവിലുള്ള വർക്കിംഗ് കണ്ടീഷൻ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ അബ്നോർമൽ കണ്ടീഷനിലൂടെ പോകുന്നതാണെങ്കിൽ അതിന് അനുസരിച്ച് സെറ്റ് ചെയ്യുന്നത്, നോർമൽ ആണെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നത്. നിലവിലുള്ള വേസ്റ്റേജ്, നിലവിലുള്ള ഇൻഎഫിഷ്യൻസി, നിലവിലുള്ള പ്രശ്നങ്ങൾ, നിലവിലുള്ള എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം പരിഗണിച്ചുകൊണ്ട് സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് കറണ്ട് സ്റ്റാൻഡേർഡ്. ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മുമ്പ് എപ്പോഴോ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അൺആൾട്ടേർഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോങ് പീരീഡ് ഓഫ് ടൈം ആയിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ കമ്പയർ ചെയ്യാം. മിക്കവാറും അതൊരു ഔട്ട് ഓഫ് ഡേറ്റ് ആയിരിക്കും. ഈ പണ്ട് എപ്പോഴോ സെറ്റ് ചെയ്ത് വെച്ച ഒരു സ്റ്റാൻഡേർഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നു. അത്തരത്തിൽ ചെയ്യുന്ന ഒരു പരിപാടി, അങ്ങനെ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ആണിത് ബേസിക് സ്റ്റാൻഡേർഡ്. അത് പലപ്പോഴും വലിയ യൂസ്ഫുൾ ഒന്നും ആയിരിക്കില്ല, പഴയ കാലത്തെ ടെക്നോളജിക്ക് അനുസരിച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അത് യൂസ്ഫുൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകണമെന്നൊന്നുമില്ല. അപ്പൊ ബേസിക് സ്റ്റാൻഡേർഡ്, കറണ്ട് സ്റ്റാൻഡേർഡ്, അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്, ഐഡിയൽ സ്റ്റാൻഡേർഡ്. പിന്നെ അടുത്ത തിയറി പോർഷൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും ബഡ്ജറ്ററി കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസസ് സൂചിപ്പിക്കുന്നതാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോള് നമ്മൾ ആ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം അത് നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്ററി കൺട്രോൾ എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ സ്റ്റാൻഡേർഡും ബഡ്ജറ്റും പൊതുവിൽ എല്ലാവർക്കും സംശയമുള്ളതാണ്. ബഡ്ജറ്റും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സംഗതി സെറ്റ് ചെയ്യാണ്, അതുമനുസരിച്ച് കമ്പയർ ചെയ്യാന്നുള്ളതാണ് ബഡ്ജറ്റിൽ നടക്കുന്നത്. സ്റ്റാൻഡേർഡിലും അത് തന്നെയല്ലേ എന്നുള്ള ഒരു തോട്ട് പലപ്പോഴും സ്റ്റുഡൻസിന്റെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഏതാണ്ട് അത് തന്നെയാണ്, ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒരു ടെക്നിക്കാണ്, ബഡ്ജറ്ററി കൺട്രോളും ഒരു ടെക്നിക്കാണ്, ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് പെടുന്നതാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒരു ഈച്ച് ഇൻഡിവിജ്വൽ എലമെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രൊഡക്റ്റിലെ ഒരു കോമ്പോണന്റ് ആണ് മെറ്റീരിയൽ, ലേബർ, വേരിയബിൾ ഓവർഹെഡ്, ഫിക്സഡ് ഓവർഹെഡ്, ഇങ്ങനെ പലതും ഓരോ കോമ്പോണന്റ് ആണ്. ഓരോ കോമ്പോണന്റിനും ആ ഇൻഡിവിജ്വൽ എലമെന്റ്സിനും നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ. എന്നിട്ട് അത് ചെയ്യാൻ പറ്റുമോ, അത് പെർ യൂണിറ്റ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ബേസിസിലൊക്കെയാണ് സെറ്റ് ചെയ്യുക. പൊതുവെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒരു സെറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ റോ മെറ്റീരിയലിന്റെ ആവറേജ് കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അത് ഓരോ ഈച്ച് ഇൻഡിവിജ്വൽ എലമെന്റ്സിന്റെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ എലമെന്റ്സിനും നമ്മൾ സെറ്റ് ചെയ്യാണ് ചെയ്യുക, ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാണ് ചെയ്യുക. ആ ബെഞ്ച് മാർക്കിനകത്ത് വരുന്നുണ്ടോ നോക്കുകയാണ് ചെയ്യുന്നത്, ആക്ച്വലായിട്ട് കമ്പയർ ചെയ്തിട്ട്. ബഡ്ജറ്റ് ഓരോ എലമെന്റ് അല്ല, ബഡ്ജറ്റ് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ്, ഒരു ഹോൾ ആക്ടിവിറ്റി ആണ്, ഒരു ഓർഗനൈസേഷന്റെ ഹോൾ ആക്ടിവിറ്റി ആണ്, ഒരു ഓർഗനൈസേഷന്റെ മൊത്തം പെർഫോമൻസ് ആണ്. അതിന്റെ ടോട്ടൽ, അത് ഓരോ എലമെന്റ് ആയിട്ടുള്ള കോസ്റ്റ് എലമെന്റ് നമ്മൾ നോക്കുന്നത്. ഒരു പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിച്ചു നോക്കലുകളൊന്നും അവിടെ ഇല്ല. നിരവധി പ്രൊഡക്ട്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അതൊന്നും നമ്മൾ നോക്കുന്നത്, നമ്മൾ മൊത്തത്തിൽ ഒരു കൊല്ലം ഇത്ര സെയിൽ നടക്കുന്നു എന്ന് ബഡ്ജറ്റ്, സെയിൽസ് ബഡ്ജറ്റ് എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ
അതിൽ ഇന്ന പ്രൊഡക്റ്റിന്റെ ഇന്ന സംഭവം എന്താണ്, അങ്ങനത്തെ സംഭവമില്ല. ആ സെയിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ മൊത്തത്തിൽ ഒരു പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇത്രയിൽ വന്ന് നിൽക്കുന്നുണ്ടോ, അതിൽ ഓരോ എലമെന്റ് ആയിട്ട് തട്ടിച്ചു നോക്കുന്നില്ല. മിക്കവാറും എസ്റ്റിമേഷൻ ആണ് ബഡ്ജറ്റിലുള്ളത്. സ്റ്റാൻഡേർഡിൽ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് വാട്ട് ദ കോസ്റ്റ് വുഡ് ബി ആണ്, സോറി ഷുഡ് ബി ആണ്, എന്തായിരിക്കണം എന്നാണ്. ബഡ്ജറ്റിൽ വാട്ട് ദ കോസ്റ്റ് വിൽ ബി ആയിരിക്കും പലപ്പോഴും, ഇന്നതായിരിക്കും. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാൻ ഹോൾ ആക്ടിവിറ്റി, മൊത്തം ആക്ടിവിറ്റിയോ ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയോ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ബഡ്ജറ്ററി കൺട്രോൾ ഉള്ളത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ഓരോ എലമെന്റ് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സർവീസിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ എലമെന്റിന്റെയും ബെഞ്ച് മാർക്ക് ഓഫ് കോസ്റ്റ് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് വരണം എന്നുള്ള ഒരു നിർബന്ധമാണ്. ഓക്കെ, ഫോക്കസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രീ ഡിറ്റർമിൻ സെറ്റ് ചെയ്യുന്നതാണ്. മറ്റേല് ബഡ്ജറ്റിംഗിൽ ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസ്, അത് റവന്യൂ ആയിക്കോട്ടെ, എക്സ്പെൻസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അതിന്റെ ഓരോന്നിന്റെയും ഫിനാൻഷ്യൽ ടാർഗറ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ഓരോ എലമെന്റ് ഓഫ് കോസ്റ്റിന്റെ കോസ്റ്റ് ആണ് പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ടൈം ഹൊറൈസൺ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പൊതുവെ ഷോർട്ട് ടൈം ടേമിലേക്കുള്ളതാണ്. ബഡ്ജറ്റിംഗ് ഷോർട്ട് ആകാം, ലോങ് ആകാം. ഒരു പെർട്ടിക്കുലർ പീരീഡ് ആദ്യമേ നിശ്ചയിച്ചിട്ടുണ്ടാകാം, ആ പീരീഡിനകത്ത് വരുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും. സ്റ്റാൻഡേർഡിന് അങ്ങനെ ഒരു പീരീഡ് ഒന്നും നിശ്ചയിച്ചിട്ടുണ്ടാവില്ല, ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് വരുന്ന കാര്യങ്ങളാണ് നോക്കുക. പർപ്പസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കോസ്റ്റ് കൺട്രോൾ തന്നെയാണ്. ബഡ്ജറ്റിംഗ് മെയിനായിട്ട് പ്ലാനിങ്, കോർഡിനേഷൻ, കൺട്രോളിങ്, മൊത്തത്തിൽ ഓവറോൾ ആക്ടിവിറ്റി ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിന് സ്റ്റാൻഡേർഡ് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് നോക്കുന്നതാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് പൊതുവെ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഐറ്റത്തിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഐറ്റത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. സ്കോപ്പ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലൊക്കെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചെയ്യുക. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലും, നമ്മളിപ്പോൾ ഒരു രാജ്യത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നില്ല, അത് ഒരു കമ്പനി ഒന്നല്ലല്ലോ, ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ്, ഹോൾ ആക്ടിവിറ്റി ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ലെസ് ഫ്ലെക്സിബിൾ ആണ്, ബഡ്ജറ്റിംഗ് മോർ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് പല കാര്യങ്ങളും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് പിന്നീട് ബഡ്ജറ്റിനെ ഓരോ സിറ്റുവേഷനിൽ സർക്കംസ്റ്റൻസസിൽ ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ആ ചേഞ്ചിനനുസരിച്ചൊക്കെ മാറ്റി ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. സ്റ്റാൻഡേർഡ് അങ്ങനെയല്ല, ഒരു പെർട്ടിക്കുലർ സംഭവത്തിന്റെ ഒരു ഡാറ്റ വെച്ചിട്ട് ചെയ്യുന്നതാണ്. കൺട്രോൾ മെക്കാനിസം കോസ്റ്റ് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. വേരിയൻസ് അനാലിസിസ് ചെയ്തിട്ട് അഡ്വേഴ്സോ ഫേവറബിളോ നോക്കുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് കൺട്രോളിങ് കറക്റ്റീവ് ആക്ഷൻസ് നടക്കുന്നു. മറ്റേതും കൺട്രോളിങ് ഓവറോൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ആക്ച്വൽ പെർഫോമൻസുമായിട്ട് തട്ടിച്ച് നോക്കിയിട്ട് എന്നിട്ടും അവിടെയും ഇതേ കറക്റ്റീവ് ആക്ഷൻസ് തന്നെയാണ് എടുക്കുക, പക്ഷെ അതൊരു ഹോൾ ആക്ടിവിറ്റി ആണ്. ഇതൊരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എലമെന്റിനെ അനുസരിച്ചിട്ടുള്ളതാണ്. പെർഫോമൻസ് ഇവാലുവേഷൻ ഇവാലുവേറ്റ് പെർഫോമൻസ് ബേസ്ഡ് ഓൺ കോസ്റ്റ് വേരിയൻസസ്, ഇവാലുവേറ്റ് പെർഫോമൻസ് ബേസ്ഡ് ഓൺ വേരിയൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റ് ഫിഗേഴ്സ് അക്രോസ് ഡിഫറെന്റ് ഫിനാൻഷ്യൽ കാറ്റഗറീസ്, പ്രൊവൈഡിംഗ് ഇൻസൈറ്റിംഗ് ഇൻ ടു ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ്. ഓക്കെ, അത് ഓവറോൾ ആണ്, ഇത് ഇൻഡിവിജ്വൽ എലമെന്റ് ആണ് എന്നുള്ളത് വ്യത്യാസമുള്ളത്. അപ്പൊ ഇത്രയാണ് തിയറി കാര്യമായിട്ട് ഈ ചാപ്റ്ററിൽ ഉള്ളത്. നമുക്കിനി ഈ ചാപ്റ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം ആണ് എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ടത്. നേരത്തെ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ക്ലാഷ് ആകാൻ, നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഡിഫറെന്റ് വേറൊരു രീതിയിലാണ്. അപ്പോ എന്തൊക്കെ ആണ് പഠിക്കാനുള്ളത്? ചാപ്റ്ററിന്റെ പേരറിയാം, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ്. ഇപ്പൊ വേരിയൻസ് അനലൈസ് ചെയ്യുന്നിടത്താണ് നമുക്ക് എന്തുള്ളത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ സാധ്യത, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ സാധ്യത ഉള്ളത്, കോസ്റ്റ് കൺട്രോളിന്റെ ഒക്കെ സാധ്യത ഉള്ളത് അവിടെയാണ്. അപ്പൊ പൊതുവിൽ നമുക്ക് കോസ്റ്റ് വേരിയൻസ്, ടേൺ ഓവർ വേരിയൻസ് എന്നുള്ള രീതിയിൽ രണ്ട് തരത്തിലാണ് ഉള്ളത്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, അഥവാ കോസ്റ്റിംഗിൽ ഇന്റർവൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിക്കാനുള്ളത് ലേബർ കോസ്റ്റ് വേരിയൻസും മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസും മാത്രമാണ്. ലേബർ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങള് വരുന്നത്, ബാക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഫസ്റ്റ് ഗ്രൂപ്പിലുണ്ട്, ഇത് അതുപോലെ വേറെ ഇതിൽ പറഞ്ഞിട്ടില്ല സെയിൽസ് വേരിയൻസ്, അഥവാ ടേൺ ഓവർ വേരിയൻസിൽ സെയിൽസ് വേരിയൻസ് ആൻഡ് പ്രോഫിറ്റ് വേരിയൻസ്, ഇതും മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ സെക്കൻഡ് ഗ്രൂപ്പിലുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്, അഥവാ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസും ലേബർ കോസ്റ്റ് വേരിയൻസും. വേരിയൻസ് നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വലായിട്ട് തട്ടിച്ചു നോക്കുന്നു, ഫേവറബിൾ ആണോ, ഇതിന്റെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു
അനാലിസിസിലേക്ക് പോകുമ്പോൾ ഉള്ളത് ഫേവറബിൾ ആണോ അഡ്വേഴ്സ് ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഫേവറബിൾ ആണെങ്കിൽ നമുക്ക് ഓക്കെ നമ്മൾ വിചാരിച്ച സ്റ്റാൻഡേർഡിൽ നിന്നിട്ടുണ്ട്. അഡ്വേഴ്സ് ആണെങ്കിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, കറക്റ്റീവ് ആക്ഷൻസ് മാനേജ്മെന്റ് എടുക്കേണ്ടതുണ്ട്. ഫേവറബിൾ ആണെങ്കിൽ വേറൊരു രീതിയിലുള്ള തോട്ടും കൂടി ഉണ്ടാവാറുണ്ട്. നമ്മളപ്പോ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് അധികമായി പോയി എന്നുള്ള തോന്നലുണ്ടാകാം. നമ്മൾ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനോ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളോ നോക്കിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്നും കൂടി നോക്കാം. നമ്മളിപ്പോ ഒരു 10 രൂപ സെറ്റ് ചെയ്തു, ആക്ച്വലി 8 സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് 10 സെറ്റ് ചെയ്യേണ്ടി വന്നു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സെറ്റ് ചെയ്തത്, അവിടെ എന്തെങ്കിലും നമ്മുടെ വേരിയബിൾസ് എടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനി 10 സെറ്റ് ചെയ്തിട്ട് 12 ആയാലോ, 10 നമ്മൾ സെറ്റ് ചെയ്ത് 12ലേക്ക് ആയി, എന്തുകൊണ്ട് അധികം വന്നു എന്ന് നോക്കാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കും ഫേവറബിൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫേവറബിൾ ആണോ അഡ്വേഴ്സ് ആണോ എന്നുള്ളതാണ് അനാലിസിസിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്ന മെറ്റീരിയൽ കോസ്റ്റ്. ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് വേരിയൻസസ് നമുക്ക് പഠിക്കാനുള്ള, ഒന്ന് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, അതുപോലെ ലേബർ കോസ്റ്റ് വേരിയൻസ്. അപ്പൊ അത് പറയാം. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് അഥവാ MCV, ഇതാണ് ഇതിന്റെ പേര്. അപ്പൊ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിനെ രണ്ടായി തരംതിരിക്കാം. മനസ്സിലാക്കേണ്ട കാര്യം, കാണാതെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നോർമലി അങ്ങനെ കാണാതെ പഠിക്കുക എന്നുള്ളത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക, പരമാവധി മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോ ഫേവറബിൾ ആകാം അഡ്വേഴ്സ് ആകാം, ഇതാണല്ലോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ മെറ്റീരിയൽ ആണ് ഇപ്പൊ പഠിക്കുന്നത്. നമുക്കറിയാം കോസ്റ്റ് ഷീറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. മെറ്റീരിയല്, ലേബർ, നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടുന്നു, ദെൻ ഓവർ ഹെഡ്സ്, പലവിധ ഓവർ ഹെഡ്സ് ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു, പിന്നെ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, സെയിൽസ് വരുന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിപ്പോ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം കോസ്റ്റിംഗിന്റെ ഏരിയയിൽ, ലേബറുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം, ഓവർ ഹെഡ്സുമായി ബന്ധപ്പെട്ട് രണ്ട് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം, വേരിയബിള് ഫിക്സഡ് എന്നുള്ള രീതി സെറ്റ് ചെയ്യാം. ഇപ്പൊ കോസ്റ്റിന്റെ ഏരിയയിലുള്ള മൊത്തം സ്റ്റാൻഡേർഡ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ആക്ച്വൽ ആയിട്ട് കമ്പയർ ചെയ്യാം. പ്രോഫിറ്റിന് വേണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം, നമ്മൾ ഇത്ര പ്രോഫിറ്റ് നേടണം എന്നുള്ള രീതിയിൽ. സെയിൽസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം, ഇത്ര സെയിൽസ് യൂണിറ്റ് നമ്മൾ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര സെയിൽസ് പ്രൈസിന് നമുക്കത് വിൽക്കാൻ പറ്റണം, സെല്ലിംഗ് പ്രൈസിന് വിൽക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ നോക്കാം. അതൊരു റവന്യൂ വേരിയൻസസ് ആണ്, സെയിൽസ് വേരിയൻസ്, ടേൺ ഓവർ വേരിയൻസസ് ആണ് കോസ്റ്റ് വേരിയൻസസ് മുകളിലുള്ളത്. അപ്പൊ നമ്മൾ അതിൽ ഈ ഓരോ എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ പെടുന്ന ഫസ്റ്റത്തെ എലമെന്റ് ആയ മെറ്റീരിയലുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ ആണ് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത്. ക്ലിയർ? അപ്പോ പൊതുവില് നമുക്കിപ്പോ വേരിയൻസ് നോക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു കാര്യം, പ്രൈസ് അഥവാ മെറ്റീരിയലിന് ഒരു പ്രൈസ് നിശ്ചയിക്കുന്നു. ഫോർ എക്സാമ്പിൾ 10 രൂപ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നു. ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിന്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലിന് 10 രൂപ എന്ന് പറഞ്ഞ് നമ്മൾ നിശ്ചയിക്കുന്നു. നിശ്ചയിക്കുന്ന സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു. ആക്ച്വല് പ്രൈസ് മെറ്റീരിയലിന് കുറവോ കൂടുതലോ ആകാം. നമുക്ക് ഫോർ എക്സാമ്പിൾ 15, ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലായി 5 രൂപ നമുക്ക് എന്താണ്, നെഗറ്റീവ് ആണ്. കാരണം എന്താ, 10 വിചാരിച്ചിട്ട് 15 ആണ് ഇപ്പൊ എന്തായത് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അഡ്വേഴ്സ് ആണ്. അപ്പൊ ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു, ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ, തീർന്നു എന്നാണ് വിചാരിക്കുന്നത്. തീർന്നിട്ടില്ല. നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ റോ മെറ്റീരിയലിന്റെ പെർ യൂണിറ്റ് കോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ
രണ്ട് വിഭാഗം ഉണ്ടല്ലോ. ഇപ്പൊ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രണ്ടല്ല കുറെ വിഭാഗം ഉണ്ട്. എന്നാലും പർച്ചേസ് ചെയ്യുന്ന ഏരിയ, പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. 10 രൂപക്ക് പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ 15 ആയിപ്പോയി, അഡ്വേഴ്സ് ആണ്. അതൊരു ഭാഗം. മറ്റേ ഭാഗം ഇതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ നടക്കും. അപ്പൊ പ്രൊഡക്ഷൻ നടക്കുമ്പം സ്റ്റോറിലുള്ള മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുപോകണം. ഇത് സ്റ്റോറാണ്, സ്റ്റോറിലെ മെറ്റീരിയൽ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുപോകണം. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര മെറ്റീരിയൽ ഉപയോഗിക്കണം, യൂസേജ് പറഞ്ഞിട്ടുണ്ടാവും. 10 പേർക്ക് വേണ്ടിയിട്ട് ബിരിയാണി വെക്കാൻ വേണ്ടി ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി അരി ഉപയോഗിക്കണം എന്ന് നമ്മുടെ വീട്ടുകാർക്കൊക്കെ അറിയാം, ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പൊ സ്റ്റാൻഡേർഡ് അങ്ങനെ സെറ്റ് ചെയ്യാലോ. പർച്ചേസ് ചെയ്യുന്നിടത്ത് ഇത്ര രൂപക്ക് വാങ്ങണം എന്ന് മാത്രമല്ല, എത്ര ഉപയോഗിക്കണം എന്നുള്ളതിലും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം. ക്ലിയർ? അപ്പോ സ്റ്റാൻഡേർഡ് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ പറയുമ്പോൾ പ്രൈസ് ഇത്ര ആകണം, ഇത്ര ആയി എന്ന് മാത്രമാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. പക്ഷെ അതല്ല, അതൊരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്തുള്ളതാണ് ഈ പറഞ്ഞ മെറ്റീരിയൽ ഇന്ന കാര്യം ചെയ്യാൻ ഇത്ര ഉപയോഗിക്കണം, പക്ഷെ അതിനേക്കാൾ കൂടുതലോ കുറവോ ഉപയോഗിക്കാം. അപ്പോഴും വേരിയൻസ് ഉണ്ടാവും. ഇനി ചിലപ്പോ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ബിരിയാണിയുടെ കേസിന് എടുക്കാം. ഒരു മെറ്റീരിയൽ അരിയാണ്, റൈസ്. മറ്റൊരു മെറ്റീരിയൽ ചിക്കൻ ആണെന്ന് വിചാരിക്കാം. മൂന്നാമത്തെ മെറ്റീരിയൽ മസാലകളുണ്ട്, കൂട്ടാണ്, മസാല മൊത്തത്തിൽ വരുന്നതാണെന്ന് വിചാരിക്കാം. അപ്പൊ 3 മെറ്റീരിയൽ ഉണ്ട്. അപ്പോ അരി എത്ര ഉപയോഗിക്കണം എന്ന് പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഉപയോഗം കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴും കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. ചിക്കൻ എത്ര ഉപയോഗിക്കണമെന്ന് കൂടുതലോ കുറവോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോ ഉപയോഗത്തിൽ കൂടുതലോ കുറവോ വരുമ്പോഴും കോസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അതേ അവസ്ഥ മസാലക്കും ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞു വന്നത്, അരി വാങ്ങുമ്പോൾ ഒരു പ്രൈസിലുള്ള പ്രശ്നം, എത്ര രൂപക്ക് വാങ്ങണം എന്നുള്ള പ്രശ്നം, എത്ര ഉപയോഗിക്കണം എന്നുള്ള പ്രശ്നം. അപ്പൊ ഉപയോഗത്തിന്റെ അടുത്തെത്തുമ്പോൾ അടുത്തൊരു പ്രശ്നം, ഇത് മൂന്നും ഒരു നിശ്ചിത റേഷ്യോയിൽ ഉപയോഗിക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഒരു ബിരിയാണി ഉണ്ടാവുക. അപ്പൊ റേഷ്യോ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രീ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒന്ന്, പ്രൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2, യൂസേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3, മിക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും സെറ്റ് ചെയ്തതിനനുസരിച്ച് വന്നാൽ മാത്രമേ നമ്മളുടെ ആക്ച്വൽ ആക്ടിവിറ്റി കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും. സെറ്റ് ചെയ്ത് വെച്ച പ്രൈസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രൈസ് വേരിയൻസ് വന്നു. ഉപയോഗിക്കേണ്ട ക്വാണ്ടിറ്റിയിൽ അധികമോ കുറവോ വന്നു കഴിഞ്ഞാൽ അപ്പോഴും കോസ്റ്റിൽ വ്യത്യാസം വന്നു, യൂസേജ് വേരിയൻസ് വന്നു. ഇനി മിക്സിൽ പറഞ്ഞ അനുപാതത്തിൽ റേഷ്യോയിൽ ഉപയോഗിക്കാതെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചാലും എന്ത് വന്നു, അപ്പോഴും എന്ത് വരും, പ്രശ്നങ്ങൾ വരും. അപ്പോ വേരിയൻസ് പല രീതിയിലാന്ന് മനസ്സിലായി. ക്ലിയർ? ഇനി മിക്സിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ ഉപയോഗത്തിലുള്ള വ്യത്യാസം കൊണ്ട്, ഉപയോഗമോ മിക്സോ, 2 പ്രശ്നം കൊണ്ട്, ഉപയോഗം കൂടുതൽ മെറ്റീരിയൽ പറഞ്ഞതിനേക്കാൾ കൂടുതലോ കുറവോ ഉപയോഗിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ കണക്കായിട്ട് തന്നെ ഇട്ടു പക്ഷെ മിക്സിലുള്ള വ്യത്യാസം കൊണ്ടോ നമുക്ക് അതിന്റെ ഔട്ട്പുട്ടിൽ എന്തുണ്ടാകാം, വ്യത്യാസം ഉണ്ടാകാം. അരി 50% അരി, 30% ചിക്കൻ, 20% മസാല എന്നുള്ള രീതി പറഞ്ഞിട്ട് 20% അരിയും 60% ചിക്കനും 20% മസാല ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ബിരിയാണി കിട്ടൂലല്ലോ, ഈൽഡിൽ പ്രശ്നം വന്നില്ലേ? അപ്പോ നമുക്ക് പ്രൈസിലുള്ള വേരിയൻസ് ഉണ്ടാകും, യൂസേജിലുള്ള വേരിയൻസ് ഉണ്ടാവും, മിക്സിലുള്ള വേരിയൻസ് ഉണ്ടാവും, ഈൽഡിലുള്ള വേരിയൻസ് ഉണ്ടാവും. അപ്പൊ ഇത്രയും വേരിയൻസ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിലുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഈ സംഗതികൾ താഴെ എഴുതാം. അപ്പൊ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഗ്രാഫ് രൂപത്തിലെയാണ് MCV, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്.
രണ്ടായിട്ട് തിരിക്കാം. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, അടുത്തത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, MCV. ഈ യൂസേജിലാണ് അടുത്ത പ്രശ്നമുള്ളത്. മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, MMV. മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, MYV. മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. ഓക്കെ, അപ്പോ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് പ്രൈസ് പർച്ചേസ് ചെയ്യുന്നതിൽ മാത്രമല്ല, അത് ഉപയോഗിക്കുമ്പോഴും പ്രശ്നം ഉണ്ടാകാം. ഉപയോഗം കൂടുതലോ കുറവോ ഉണ്ടാകുമ്പോൾ വേരിയൻസ് ഉണ്ടാകാം. ഉപയോഗിക്കുമ്പോൾ തന്നെ അത് ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് അതിന്റെ ഈൽഡിൽ പ്രശ്നം ഉണ്ടാകാം, അഥവാ ഈൽഡ് അല്ല, മിക്സിൽ പ്രശ്നം ഉണ്ടാകാം. പറഞ്ഞ റേഷ്യോയില് ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകാം. അപ്പൊ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് വന്നു. ഇനി MYV ഈൽഡ്, ഈ പറഞ്ഞ ഉപയോഗത്തിലുള്ള പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മിക്സിലുള്ള പ്രശ്നം കൊണ്ടോ റിസൾട്ട് ഔട്ട്പുട്ട് എന്ത് സംഭവിക്കാം? കുറവോ കൂടുതലോ ആകാം. ഈൽഡ് കുറവോ കൂടുതലോ ആകാം. അപ്പോഴും പ്രശ്നം ഉണ്ടാകാം. അപ്പൊ നമ്മൾ പൊതുവെ പഠിച്ചു വെച്ചിരിക്കുന്ന ഇക്വേഷൻ ജസ്റ്റ് ഞാൻ പറയാം. സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള കമ്പാരിസൺ ആണല്ലോ. അപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസസിന് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ഇതാണ് ഇക്വേഷൻ വരിക. കാണാതെ പഠിച്ചാൽ പ്രശ്നത്തിലാകും. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ താഴെ പറയുന്നുണ്ട്. ജസ്റ്റ് ഇക്വേഷൻ ഇപ്പൊ എഴുതുന്നതാണ്. MCVയുടെ ഇക്വേഷൻ എഴുതിയാണ്. MPV എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു, ആക്ച്വൽ സെറ്റ് ചെയ്യുന്നു, ആക്ച്വൽ സംഭവിക്കുന്നു, വ്യത്യാസം നോക്കുന്നു, ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ഓക്കെ, യൂസേജ് വേരിയൻസ് MCV അല്ല, MUV അല്ലേ? MUV. യൂസേജ് വേരിയൻസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് ഇത്ര ഉപയോഗിക്കണം, മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി, ആക്ച്വൽ എത്ര ഉപയോഗിച്ചു, ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഓക്കെ, മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചതിന്റെ റേഷ്യോ കറക്റ്റ് തന്നെയാണോ നോക്കുന്നതാണ്. അഥവാ 10 ക്വാണ്ടിറ്റി ഇന്നത്, 10 ക്വാണ്ടിറ്റി ഇന്നത്, അപ്പൊ 10:10 50-50 ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. മൊത്തം 20 ക്വാണ്ടിറ്റി ഉപയോഗിക്കുമ്പോൾ 50% എയും 50% ബിയും വരണം. നമ്മൾ 30 ക്വാണ്ടിറ്റി ആണ് ആക്ച്വലി ഉപയോഗിച്ചതെങ്കിൽ ശരിക്കും നമുക്ക് എത്ര വരണ്ടേ? 15 അല്ലേ? പകുതി. ഈ സാധനത്തിന് പറയുന്നവരാണെന്ത്? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. അഥവാ റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റിൽ പറയാറുണ്ട്. നമ്മുടെ ബുക്കിൽ പലപ്പോഴും റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയാം. അപ്പോ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. MMV അല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മുടെ ബുക്കിൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നാണ് പൊതുവെ ഉണ്ടാവാറ്. ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റിൽ ഇത് റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്നും പറയാറുണ്ട്. RSQ മീൻസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, or RAQ, that is revised actual quantity. Okay,
അപ്പൊ ആ ഒരു പേര് വിട്ടുപോകരുത്. ഇനി നമുക്ക് MYV ആണ്. ഇതെന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അറസ്റ്റുന്ന ബുക്കിലുള്ള പോലെ ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ ഇക്വേഷൻ കാണാതെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉള്ളത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിനെ വേണമെങ്കിൽ ടോട്ടൽ വേരിയൻസ് വിളിക്കോട്ടെ, മെറ്റീരിയൽ ടോട്ടൽ വേരിയൻസ് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഒന്നുകൂടി പറയാം, എക്സ്റ്റേണൽ ആണിത്. ബാക്കി എല്ലാ സ്റ്റാൻഡേർഡും ഇന്റേണൽ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്നതാണ്. ഒരു സംഗതിയുടെ വില കൂടുക എന്ന് പറയുമ്പോൾ സ്വർണത്തിന്റെ വില, സ്വർണം കൊണ്ടുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ സ്വർണത്തിന്റെ വില കൂടൽ ആ മാനേജ്മെന്റിന്റെ പ്രശ്നമല്ലല്ലോ. അപ്പൊ പ്രൈസിലുള്ള വ്യത്യാസം പലപ്പോഴും എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടർ ആയിരിക്കും. അതുകൊണ്ട് എക്സ്റ്റേണൽ കൺട്രോൾ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വേരിയൻസ് ആണ് പ്രൈസ് വേരിയൻസ്. യൂസേജ് ഒക്കെ എന്താണ്? ഇന്റേണൽ ആണ്. ഇത്ര ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അത്ര ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിലത്തെ പ്രശ്നമാണ്. അപ്പോ പ്രൈസ് വേരിയൻസ് സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. യൂസേജ് വേരിയൻസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. യൂസേജിന്റെ രണ്ടായിട്ട് വീണ്ടും തിരിക്കുന്നു. MMV മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, MYV മെറ്റീരിയൽ yield വേരിയൻസ്. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് MMVയും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് MYVയും. MYVക്ക് വേറെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. കാരണം അത് ഇപ്പൊ പറഞ്ഞ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല, അത് എഴുതുമ്പോൾ ഒന്ന് സെറ്റ് ആക്കിയാൽ മതി. RSQ എന്ന് പറയുമ്പോൾ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നാണ് അതിന്റെ മീനിങ്. അത് ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റിൽ റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന പേരും ഉണ്ടാവാറുണ്ട്. അപ്പൊ RAQ, RSQ ഇങ്ങനെ രണ്ട് ടേം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാക്കണ്ട, രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി ഞാനൊരു എക്സാമ്പിളിലേക്ക് പോയി ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളിലേക്ക് പോകാം. അതോടുകൂടി സംഗതി സെറ്റാകുമെന്ന് വിചാരിക്കുന്നു. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒരു കമ്പനി, ആ കമ്പനിയിൽ രണ്ട് ഭാഗമാക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓരോ എലമെന്റ് ഓഫ് കോസ്റ്റിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കമ്പനി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എ എന്ന് പറയുന്ന ഒരു റോ മെറ്റീരിയൽ ഉപയോഗിക്കും, ബി എന്ന് പറയുന്ന റോ മെറ്റീരിയൽ ഉപയോഗിക്കും. അങ്ങനെ രണ്ട് റോ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. രണ്ട് റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്പനി എന്ത് ചെയ്യുന്ന വെച്ചാല് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് സി. ശരിക്കും മനസ്സിലാക്കണേ, ഒരു കമ്പനി രണ്ട് റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നു, എ ബി എന്നാണ് അതിന്റെ പേര്. ഈ രണ്ട് റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് സി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ആണ് സെറ്റ് ചെയ്യുന്നത്, ഇത് സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് നമുക്ക് വേണമെങ്കിൽ ആ കമ്പനിയിലുള്ള ഇൻസ്ട്രക്ഷൻ ആണ്, എങ്ങനെ പ്രൊഡക്ഷൻ നടത്തണം, എങ്ങനെ റോ മെറ്റീരിയൽ എത്ര രൂപക്ക് പർച്ചേസ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ് സ്റ്റാൻഡേർഡ് എന്ന് വിചാരിക്കുക. ഇപ്പുറത്ത് നമ്മൾ ആക്ച്വൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കും. അപ്പോ ഇത് ഇൻപുട്ട് ആണ്, ഇത് ഔട്ട്പുട്ട് ആണ്. എ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ആണ്, ബിയും റോ മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇൻസ്ട്രക്ഷനിൽ പറയുന്നു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിന്റെ ഒരു റേഷ്യോ ഉണ്ടാവില്ല, 6 കിലോഗ്രാം എയും 4 കിലോഗ്രാം ബിയും. നമ്മൾ പറയാറില്ലേ
ഇന്നൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ഇത്ര അളവില് ഇതും മറ്റേ അളവിൽ ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ ചോറ് ഉണ്ടാക്കുമ്പോൾ 100 ഗ്രാം അരിയും ഇത്ര ചിക്കൻ, അല്ലെങ്കിൽ ഞാൻ അരി ചോറ് പറയാൻ കാരണം പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നോണ്ട് പറയുന്നതാണ്. അങ്ങനെ പറയാറില്ല, നമ്മുടെ വീട്ടുകാർ പറയല്ല, ഇത്ര പോരം ദോശ ഉണ്ടാക്കണമെങ്കിൽ ഇത്ര അരിയും ഇത്ര എന്നതും വേണമെന്നൊക്കെ പറയുന്ന പോലെ 6 കിലോഗ്രാം എയും 4 കിലോഗ്രാം ബി, ഈ ഒരു റേഷ്യോ ആണ് പറയുന്നത്. ഇത് 60% 40% എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകാം, 6:4 എന്നുള്ള രീതിയിൽ പറയാം, അങ്ങനെ പല രീതിയിൽ പറയാം. അപ്പൊ ടോട്ടല് 10 കിലോഗ്രാം ആണ് ഇൻപുട്ട്. ക്ലിയർ? ഇത് യൂസേജുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൽ പ്രൈസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, പ്രൈസും പ്രീ ഡിറ്റർമിൻഡ് ആണല്ലോ. 1 കിലോഗ്രാം എക്ക് 20 രൂപയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് പ്രൈസ് സെറ്റ് ചെയ്തിട്ടുള്ളത് പെർ കെ ജി. കാണുന്നില്ല. ബിക്ക് 10 പെർ കെ ജി. അപ്പൊ നമുക്കിപ്പോ ഏതൊക്കെയായി? പ്രൈസിന് സ്റ്റാൻഡേർഡായി ഓരോ മെറ്റീരിയലിന്റെയും, ഓരോ മെറ്റീരിയൽ എത്ര ഉപയോഗിക്കണം എന്നുള്ളതിന് സ്റ്റാൻഡേർഡായി, യൂസേജിന് സ്റ്റാൻഡേർഡായി, മിക്സിന് സ്റ്റാൻഡേർഡായി, 6:4 റേഷ്യോ മിക്സ് എങ്ങനെ ഉപയോഗിക്കണം, മൊത്തത്തിന് ഉപയോഗിക്കണം, അതിൽ ഓരോന്നും എത്ര പോരം ഉപയോഗിക്കണം, അതിനും സ്റ്റാൻഡേർഡായി. ഇനി ഈൽഡിനും സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത്രയും ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ വരണം? സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ ലോസ് ഉണ്ടാകാം, അബ്നോർമൽ ലോസ് വേറെ വിഷയമാണ്. ഒരു മില്ലിൽ നമ്മൾ അരി പൊടിപ്പിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 കിലോ അരി എടുത്ത് മില്ലിൽ പോയി കഴിഞ്ഞാൽ പൊടിച്ച് കിട്ടുമ്പോൾ ചിലപ്പോൾ 1 കിലോ പൊടി ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല, അതൊരു 900 ഗ്രാമോ 800 ഗ്രാമോ ആയിട്ട് കുറയാം, നോർമലാണ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 8 കിലോഗ്രാം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 10 കിലോഗ്രാം ഇൻപുട്ട് ചെയ്താൽ 8 കിലോഗ്രാം കിട്ടും. അപ്പോൾ 80% ആണ് പ്രൊഡക്ഷൻ. ഇൻപുട്ട് ചെയ്ത റോ മെറ്റീരിയലിന്റെ 80% ആണ് എന്താണ്, പ്രൊഡക്ഷൻ ആണ്. ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ആക്ച്വലിലേക്ക് പോയപ്പോ ഇതേ സാധനം നമുക്ക് ഒന്ന് കോപ്പി എടുക്കാം. ആക്ച്വലിലേക്ക് പോയപ്പോ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണമെന്നില്ലല്ലോ. നമ്മളിപ്പോ ഒരു വീട്ടില് ഒരാളുടെ ബിരിയാണി കഴിക്കാൻ ഇത്ര അരി ഇത്ര ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ 100 ആള് വന്നു കഴിഞ്ഞാലും അത്ര പോരല്ലോ ഇടുക. അതിനനുസരിച്ച് പ്രൊഡക്ഷൻ അനുസരിച്ച് മാറും. അപ്പോൾ ആക്ച്വലിലേക്ക് പോയപ്പോ 160 kg എ ഉപയോഗിച്ചു, 110 kg ബി ഉപയോഗിച്ചു. മൊത്തം 270 kg ആണ് ഇൻപുട്ട് ചെയ്തത്. പ്രൈസ് എക്ക് 21 രൂപയായി പെർ കെ ജി, 1 രൂപ അധികം. അപ്പൊ പ്രൈസ് വേരിയൻസ് ഒറ്റയടിക്ക് മനസ്സിലായി. 11 രൂപ ബിക്ക് 1 kgക്കായി, അവിടെ 1 രൂപ അധികം. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ 10 കിലോഗ്രാം ഇൻപുട്ട് ചെയ്താൽ 8 കിലോഗ്രാം നമുക്ക് എന്ത് കിട്ടണം, ഔട്ട്പുട്ട് കിട്ടണം. 20 രൂപക്ക് എ വാങ്ങണം, 21 വാങ്ങിയത്. 10 രൂപക്ക് എ വാങ്ങണം, ബി വാങ്ങണം, 11 വാങ്ങിയത്. 6:4 എന്ന അനുപാതത്തിൽ രണ്ടും മിക്സ് ചെയ്യണം. ആ റേഷ്യോ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, തെറ്റായിരിക്കാം. 10 കിലോഗ്രാം മൊത്തം ഇട്ട് കഴിഞ്ഞാൽ 8 കിട്ടണം. അപ്പൊ 270 കിലോഗ്രാം ഇട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടണം?
270-ന് 80% കിട്ടണം. 10 ഇട്ടാൽ 8 എന്ന് പറയുമ്പോൾ 270 ഇട്ടാൽ അത്രയും കിട്ടണം. 270-ന് 80% കിട്ടണം. പക്ഷേ പ്രൊഡക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 200 kg ആണ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ക്വസ്റ്റ്യനെ ഒരു ഡയഗ്രാം രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ, ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതാണ് പലപ്പോഴും കോസ്റ്റിങ്ങിലുള്ള മൊത്തത്തിലുള്ള പ്രശ്നം. അതോടൊപ്പം സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലുള്ള പ്രശ്നവും അതിനേക്കാൾ ഭീകരമാണ് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത പ്രശ്നം. അപ്പൊ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും എന്ന് പറയുന്നത്. പലപ്പോഴും എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന പലരും, നിങ്ങൾ പലപ്പോഴും പിന്നെ ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ട് ഇക്വേഷൻ ഓരോ ടേബിളിൽ ഇട്ടിട്ട് രണ്ടാമത്തെ കള്ളിയിൽ നിന്ന് ഒന്നാമത്തെ കള്ളിയിലുള്ള ഇക്വേഷൻ കുറച്ച് കഴിഞ്ഞാൽ MCV കിട്ടുമെന്നും, നാലാമത്തെ കള്ളിയിൽ നിന്ന് രണ്ടാമത്തെ കുറച്ച് കഴിഞ്ഞാൽ ഇന്നത് കിട്ടുമെന്നും ആ രീതി കാണാതെ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ അറിയില്ല, ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, ഞാൻ ഇതിന്റെ കോൺസെപ്റ്റ് ആണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ സ്റ്റാൻഡേർഡ് വഴി ആക്ച്വലി നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ സ്റ്റാൻഡേർഡും ആക്ച്വലും ഊരി എടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ആണ്. നിങ്ങൾ എത്ര ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഊരി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഊരി എടുക്കുന്ന വിധമാണ് പറയുന്നത്. ഊരി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ഇക്വേഷൻ കാണാതെ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ്ലി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഡയഗ്രാം വരക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ടാവും? ഇതില് അവിടെയൊക്കെ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന്, പ്രൈസ് 20 21ആയി, അഡ്വേഴ്സ് ആണ്, ഫേവറബിൾ അല്ല, അനുകൂലമല്ല, നെഗറ്റീവ് ആണ്. 10 11ആയി, നെഗറ്റീവ് ആണ്. ഉപയോഗിക്കേണ്ടത് 10 270ആയി, അത് ആ പ്രശ്നമല്ല. ഔട്ട്പുട്ട് അതിനനുസരിച്ച് കിട്ടിയാൽ കറക്റ്റ് ആവും. അങ്ങനെ നോക്കിയേക്കരുത്. 10 ഉണ്ടാകുമ്പോൾ 8 കിട്ടണം. അപ്പൊ 270 ഉണ്ടാകുമ്പോൾ എത്ര കിട്ടണം? അത് കിട്ടിയില്ലെങ്കിലാണ് നമ്മുടെ യൂസേജിൽ പ്രശ്നം ഉണ്ടാവുക. 6:4 എന്നുള്ള രീതിയിലാണ് നമ്മുടെ റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ എന്ന് നോക്കണം. അപ്പൊ മിക്സിൽ പ്രശ്നമുണ്ട്. 10 ഇട്ടപ്പോ 8 കിട്ടണമെങ്കിൽ 270 ഇട്ടപ്പോ 200 ആണോ കിട്ടേണ്ടത്? ഈൽഡിൽ പ്രശ്നമുണ്ട്. അപ്പൊ 200 കിട്ടാൻ 270 ഇടേണ്ട ആവശ്യമുണ്ടോ എന്നത് നോക്കണം. അപ്പൊ ഇതില് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഊരി എടുത്ത് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഊരി എടുക്കാൻ പറ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലുള്ള ചില ക്വസ്റ്റ്യൻ നമുക്കിപ്പോ ചില മിസ്സിംഗ് ഫിഗർ പോലെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടുള്ളൂ. മിസ്സിംഗ് ഫിഗേഴ്സ് എന്ന് വെച്ചാല് ഇന്ന വേരിയൻസ് ഒക്കെ തന്ന് മറ്റേ വേരിയൻസ് കാണാം, ആ ഒരു സംഭവം മാത്തമാറ്റിക്കൽ രീതി, അതിലൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാതെ എന്നാലും ചെയ്യാൻ പറ്റും. നോർമലി ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇതുപോലെ നിങ്ങൾ വേർതിരിക്കുകയാണെങ്കിൽ, സ്റ്റാൻഡേർഡ് എന്ത് ആക്ച്വൽ എന്തെന്ന് വേർതിരിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ പറഞ്ഞ സംഗതി ഒന്ന് ആലോചിക്കുക. 10 കിലോഗ്രാം ഇട്ടാൽ 8 കിലോഗ്രാം കിട്ടണം. അപ്പോൾ 200 കിലോഗ്രാം കിട്ടുന്നെങ്കിൽ എത്ര ഇടണമായിരുന്നു? 270 തന്നെയാണോ? അല്ലെങ്കിൽ അതെത്ര? അതിന് പറയുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഈ സംഗതി ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ചെയ്യണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇക്വേഷനിൽ കാണുന്ന SQ എന്ന് പറയുന്ന സാധനം. ഇക്വേഷനിൽ നമ്മൾ കുറെ സ്ഥലത്ത് SQ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു SQ ഉണ്ട്, ഇവിടെ ഉണ്ട് SQ, എല്ലായിടത്തും SQ ഉണ്ട്, പല സ്ഥലത്തും SQ ഉണ്ട്. ഈ SQ എന്ന് പറയുന്നത് എന്തല്ല, ക്വസ്റ്റ്യനിൽ കാണുന്ന ഈ സാധനമല്ല SQ. ഈ SQ എന്തിനുള്ള SQ? 8 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള SQ. നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്ത്? 200 കിലോഗ്രാം അല്ലേ പ്രൊഡ്യൂസ് ചെയ്തേ. 200 കിലോഗ്രാമിന്റെ SQ എന്ന് പറഞ്ഞാൽ ഇതാവണ്ടല്ലോ, ഇതല്ലല്ലോ ആവാം. 8 ഉണ്ടാക്കാൻ ഇതിങ്ങനെയാണെങ്കിൽ 200 ഉണ്ടാക്കാൻ ഇവിടെ തന്ന 160 110 ആണോ? അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ SQ ക്വസ്റ്റ്യനിൽ തന്ന SQ അതുപോലെ എടുത്ത് എഴുതരുത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ഇതിപ്പോ ഞാൻ ഇത് പറഞ്ഞാലും നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യും. സാധാരണയായി സ്റ്റുഡൻസിനുള്ള ഒരു പ്രശ്നമാണിത്. ഇത് 8 ഉണ്ടാക്കാനുള്ള SQ ആണിത്. അപ്പൊ 200 ഉണ്ടാക്കാനുള്ള SQ എന്ത്? അതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു അനാലിസിസ് കറക്റ്റായാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം, ഈ സംഗതി മൊത്തം ശരിയാവും. അപ്പോ
പിന്നെ 10 കിലോഗ്രാം ഇൻപുട്ട് കൊണ്ട് നമുക്ക് 8 കിലോഗ്രാം ഔട്ട്പുട്ട് വരുന്നുണ്ടെങ്കിൽ 200 കിലോഗ്രാം ഔട്ട്പുട്ടാണ് എത്ര കിലോഗ്രാം ഇൻപുട്ട് വേണം? ഇതിനാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. മലയാളത്തിൽ വേണമെങ്കിൽ എഴുതാം 10 കിലോഗ്രാം ഇൻപുട്ട് കൊണ്ട് 8 കിലോഗ്രാം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കുന്നെങ്കിൽ 200 കിലോഗ്രാം ഔട്ട്പുട്ട് കിട്ടാൻ എത്ര കിലോഗ്രാം ഇൻപുട്ട് വേണം? അപ്പോ 10 കിലോഗ്രാം ഇൻപുട്ട് കൊണ്ട് 8 കിലോഗ്രാം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നെങ്കിൽ 200 കിലോഗ്രാം ഔട്ട്പുട്ട് കൊണ്ട് എത്ര കിലോഗ്രാം ഇൻപുട്ട് വേണം? ഇതിനാണ് എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. അതാണ് SQ എന്ന് ഇക്വേഷനിൽ കാണുന്ന സാധനം. ഓക്കെ, അപ്പൊ ഈ SQ റെഡി ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് ഉള്ളത്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ ചെയ്യാം? നമുക്ക് അതിനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആദ്യം അത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. പത്ത് kg ഇൻപുട്ട് ഡിവൈഡഡ് ബൈ 8 kg ഔട്ട്പുട്ട് ഇൻറ്റു 200 kg ആക്ച്വൽ ഔട്ട്പുട്ട്. നമുക്ക് 250 kg എന്ന് കിട്ടും. നമ്മൾ എത്ര ഇട്ടത് മക്കളെ? 270 kg ഇട്ടത്. എത്ര ഇടേണ്ടതുള്ളൂ? 250 kg വേണ്ടു. യൂസേജ് കൂടി, യൂസേജ് വേരിയൻസ് നെഗറ്റീവ് ആണെന്ന് ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആക്ച്വലി സാധാരണ ഇക്വേഷൻ ആണ് എല്ലാവരും പറയാം. എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിന് ഒരു പ്രൊഡക്ഷൻ എന്നൊക്കെ പറയും. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് 10 കിലോഗ്രാം ഇടണം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് 8 കിലോഗ്രാം കിട്ടും. ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എത്ര കിലോഗ്രാം കിട്ടി? 200 കിലോഗ്രാം കിട്ടി. അങ്ങനെയെങ്കിൽ 250 കിലോഗ്രാം ഇൻപുട്ട് വേണമായിരുന്നു 200 കിലോഗ്രാം കിട്ടാൻ. 250 കിലോഗ്രാമിന്റെ നമുക്ക് 10 ഇട്ടാൽ 8 കിട്ടാൻ 80% ഔട്ട്പുട്ട് വരണമെങ്കിൽ 200 കിട്ടണമെങ്കിൽ 250ന്റെ 80% അല്ലേ 200. അങ്ങനെ നോക്കാം. അതിനാണ് നോക്കിയത്. അപ്പോ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ സംഭവമാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇത് കണ്ടുപിടിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് ഈ പ്രോബ്ലം ശരിയാകാൻ പറ്റില്ല. എല്ലാവരും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സ്കിപ്പ് ചെയ്യുന്നത് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമുക്ക് യൂസേജ് എത്രയാന്ന് മനസ്സിലായല്ലോ, എത്ര ഉപയോഗിക്കണം എന്ന് മനസ്സിലായല്ലോ. 250 ആണ് ഉപയോഗിക്കേണ്ടത് 200 കിട്ടാൻ. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് 270 ആണ്. അപ്പോ യൂസേജുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞത്.
യൂസേജുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് യൂസേജ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യണം. ഇനി അപ്പൊ 250 കിട്ടിയല്ലോ. 250 കിലോഗ്രാം ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എ എത്ര വേണം, ബി എത്ര വേണം? എ എത്ര വേണം, ബി എത്ര വേണം? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മിക്സ് എത്രയാണ്? മിക്സ് 6:4. അപ്പൊ 150 kg 100 kg. 250ന്റെ 6:4 എന്ന് പറഞ്ഞാൽ 150 kg-യും 100 kg-യും ആണ്. അപ്പൊ അത് കറക്റ്റ് മനസ്സിലായല്ലോ. 250ന്റെ 6:4 150 kg 100 kg റേഷ്യോ മനസ്സിലായി. നമ്മൾ അത്രയാണോ ഇട്ടത്? നമ്മൾ 160 kg ഇട്ടിട്ടുണ്ട്, 110 kg. അപ്പൊ മിക്സിൽ വ്യത്യാസം ഉണ്ടോ നോക്കിയിട്ടില്ല, യൂസേജിലുള്ള വ്യത്യാസം തന്നെ പറഞ്ഞു വരുന്നു. 200 kg ഔട്ട്പുട്ടിന് 250 kg ഇൻപുട്ടാണ് വേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തി. 6:4 എന്നുള്ള റേഷ്യോയിൽ വരുമ്പം 150 kg എ വേണം, 100 kg ബി വേണം. നമ്മള് ആക്ച്വലി എത്ര എ ഇട്ടത്? 160 kg എയും 110 kg ബിയും ആണ് ഇട്ടത്. ഓക്കെ, 160 kg എയും 110 kg ബിയും ഇട്ടു. നമ്മൾക്ക് ഇടേണ്ട എത്രയാ? 150 kg എ, 100 kg ബി. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഇതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. എ ഇടത്, ഇത് ബി ഇടത്. നമ്മൾ ഇട്ടിരിക്കുന്നത് 160 kg ആക്ച്വൽ ക്വാണ്ടിറ്റി, ഇത് 110 kg ആക്ച്വൽ ക്വാണ്ടിറ്റി ബി ഇടത്. ഓക്കെ, കുറച്ച് ഇങ്ങോട്ട് എത്തിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി എന്താണ്? നമ്മൾ ക്വസ്റ്റ്യനെ ഊരിയെടുത്തു, സ്റ്റാൻഡേർഡും ആക്ച്വലും എന്താണെന്ന് മനസ്സിലാക്കിയെടുത്തു. ദെൻ നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ആ ഒരു സംഗതി നമ്മൾ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. ആ ഒരു സ്റ്റെപ്പാണ് ഫസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ കാണുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലുള്ള ഈ 6 കിലോഗ്രാം 4 കിലോഗ്രാം എന്നുള്ളതാണ് എല്ലാവരും തെറ്റിദ്ധരിക്കുക. അത് 8 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ 200 അല്ലേ പ്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങളോട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറയുന്നു ഒരു ചായ ഉണ്ടാക്കാൻ 2 ടീസ്പൂൺ ചായപ്പൊടി ഇടണം എന്ന് പറഞ്ഞു. അത് സ്റ്റാൻഡേർഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങളുടെ വീട്ടിലൊരു വിരുന്നുകാർ വന്നപ്പോ 10 പേര് വിരുന്ന് വന്നു. അപ്പൊ 10 പേര് വിരുന്ന് വന്നാലും നിങ്ങൾ 2 ടീസ്പൂൺ ചായപ്പൊടിയാണോ ഇടുക? അല്ലല്ലോ. നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഒരു ചായക്കാണ് 2 ടീസ്പൂൺ. അപ്പൊ 10 ചായക്ക് 20 ടീസ്പൂൺ സ്വാഭാവികം. അപ്പൊ ഇവിടെ 8 കിലോഗ്രാം സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 6 കിലോഗ്രാം എയും 4 കിലോഗ്രാം ബിയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ 200 കിലോഗ്രാം സി ഉണ്ടാക്കണമെങ്കിൽ 6 കിലോഗ്രാം എയും 4 കിലോഗ്രാം ബിയും തന്നെയാണ് ഇടുക, അല്ല. അപ്പൊ നമുക്ക് അവിടെ എന്താ വേണ്ട? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് സി ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അത് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള ഇക്വേഷൻ പറഞ്ഞു, കണ്ടുപിടിച്ചു. എന്നിട്ട് എയും ബിയും എത്ര എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? നോട്ട് ചെയ്തു. എ ഇത്ര, ബി ഇത്ര, ആക്ച്വലി ഇത്ര എന്നുള്ളത് ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ജസ്റ്റ് അവിടെ വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, പോട്ടെ, നമ്മൾ 250 ഇടുന്നതിന് പകരം 270 തന്നെ ഇട്ടു. 250 ഇടുന്നതിന് പകരം 270 തന്നെ ഇട്ടു. ഇനി നമ്മളോട് 6ഉം 4ഉം ആണ് പറഞ്ഞത്, 10 മൊത്തം വരും. അപ്പൊ 10 ഇടുമ്പം അതിൽ 6 എയും 4 ബിയും ആണ്. അപ്പൊ 270 ഇടുമ്പം എത്ര എയും എത്ര ബിയും വേണം?
ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ. ഇതിനെ RSQ പോലെ RAQ എന്ന് പറയും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. RSQ ഓർ RAQ. പറഞ്ഞു വന്നത് 10 ഇടുമ്പോ 6ഉം 4ഉം റേഷ്യോയിലാണ് ഇടേണ്ടത്. അപ്പൊ 270 ഇടുമ്പം എത്ര വരും? മീനിങ് ആക്ച്വൽ ഇൻപുട്ട് ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ. ആക്ച്വൽ ഇൻപുട്ട് ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ. ഇപ്പൊ ആക്ച്വൽ ഇൻപുട്ട് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാ? 270 കിലോഗ്രാം ആക്ച്വൽ ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്താ? സ്റ്റാൻഡേർഡ് റേഷ്യോ R/4. അപ്പൊ AB. ഇരുന്നൂറ്റി 6/4 റേഷ്യോയിൽ വരുമ്പം A 162 kg വരും, B 108 kg വരും. ഇതിനാണ് RSQ എന്ന് പറയുന്നത്. RSQ. നമ്മൾ ആക്ച്വലി എത്ര ഇട്ടത്? A 160, ബിയോ 110. പറഞ്ഞു വന്നത് 200 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 250 കിലോഗ്രാം ഇടേണ്ടിയിരുന്നതിന് പകരം നമ്മൾ 270 കിലോഗ്രാം ഇട്ടു. പോട്ടെ, അധികം ഇട്ടു, പോട്ടെ, അധികം തന്നെ യൂസേജ് വേരിയൻസ് വന്നു, പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇട്ടു. എന്നാൽ അത് കറക്റ്റ് പ്രപ്പോർഷനിൽ തന്നെയാണോ ഇട്ടത്? 6/4 എന്ന പ്രപ്പോർഷനിൽ തന്നെയാണോ ഇട്ടത് എന്ന് ചെക്ക് ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്തത്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോ നമ്മൾ 160 കിലോഗ്രാമാണ് ആക്ച്വലി ഇട്ടത്. പക്ഷെ 6/4 പ്രകാരം 162 ഇടണമായിരുന്നു. നമ്മള് 110 കിലോഗ്രാം ബി ആണ് ആക്ച്വലി ഇട്ടത്. 6/4 എന്ന റേഷ്യോ പ്രകാരം 108 ഇടണമായിരുന്നു. ഏത് വേരിയൻസും കൂടി അവിടെ വന്നു? മിക്സ് വേരിയൻസും കൂടി വന്നു. അപ്പൊ മിക്സുമായി ബന്ധപ്പെട്ടിട്ട സ്റ്റെപ്പാണിത്. മിക്സ് വേരിയൻസും കൂടി വന്നു അല്ലേ? അപ്പൊ നമുക്കിപ്പോ നമ്മുടെ ഇക്വേഷനിലുള്ള RSQ കിട്ടി, AQ ക്വസ്റ്റ്യനിലുണ്ട്, SQ കിട്ടി. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? ഫസ്റ്റ് MCV, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, അതവിടെ കിടക്കട്ടെ. ടോട്ടൽ വേരിയൻസ് അവിടെ കിടക്കട്ടെ. നമുക്ക് അതിൽ ഓരോന്നും പറയാം. MPV ഫസ്റ്റ്. ഇതിന് വേറെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. എങ്ങനെയാ ക്വസ്റ്റ്യൻ കണ്ട? നമ്മളിപ്പോ ഈ പറഞ്ഞെടുത്തിന് 20 രൂപ എന്ന് പറയുന്ന പ്രൈസ് ആണ് ഫിക്സ് ചെയ്തത്. 21 രൂപ പ്രൈസ് ആയി. 20 രൂപ പ്രൈസ് ഫിക്സ് ചെയ്തു, 21 രൂപയായി. സ്വാഭാവികമായിട്ട് 1 രൂപ നഷ്ടം ഉണ്ടല്ലോ. ഇപ്പൊ MPV നോക്കുമ്പോ ഏടത് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. എയുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് 20 ആണ് സെറ്റ് ചെയ്തത്. 21ആയി, 1 രൂപ നഷ്ടം. ആക്ച്വലി 160 കിലോഗ്രാം എ ഉപയോഗിച്ചു. ബിയുടെ പ്രൈസ് 10 ആയിരുന്നു സെറ്റ് ചെയ്തത്. 11 രൂപ സംഭവിച്ചു. ആക്ച്വലി 110 കിലോഗ്രാം ഉപയോഗിച്ചു. അപ്പൊ 160 രൂപ നഷ്ടം. 1 × 160 നെഗറ്റീവ് എ.
ബ്രാക്കറ്റിൽ എ ഇട്ടത് അഡ്വേഴ്സ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എഫ് ഇടുമ്പോൾ ഫേവറബിൾ എന്ന് സൂചിപ്പിക്കും. ബി 110 രൂപ നഷ്ടം. അപ്പൊ എല്ലാം കൂടി നഷ്ടം എത്രയാ? 270 രൂപ നഷ്ടം. എന്തുകൊണ്ട് 270 നഷ്ടം വന്നു? പ്രൈസിലുള്ള വ്യത്യാസം കൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് എം, ഇതിപ്പോ ഇപ്പുറത്തെ ഭാഗത്ത് എഴുതാം. MUV യൂസേജിൽ വ്യത്യാസം ഉണ്ടോ? ഉണ്ടല്ലോ. എന്താണ്? 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 250 കിലോഗ്രാമാണ് വേണ്ടത്. നമ്മൾ 270 കിലോഗ്രാം ഉപയോഗിച്ചു. അങ്ങനെ 270 കിലോഗ്രാം ഉപയോഗിച്ചു. 250 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 150 എയും 100 ബി ആണ് വേണ്ടത്. നമ്മൾ 160 എയും 110 ബി ഉപയോഗിച്ചു. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും ഉപയോഗത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ MUV ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പൊ ഏടത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, നമ്മൾ ഈ ഗ്രാഫ് വരച്ചെടുത്ത് നോക്കിയാൽ മതി. 150 ആണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, 160 ആക്ച്വല്, 100 ബി ഇടത്, 110 ആക്ച്വല്. അപ്പോ 150 മൈനസ് 160 അധികം ഉപയോഗിച്ചു. 150 ഉപയോഗിക്കേണ്ടത് 160 ഉപയോഗിച്ചു. 20 രൂപയാണ് പ്രൈസ് സെറ്റ് ചെയ്തിരുന്നത്. 10 കിലോ അധികം ഉപയോഗിച്ചു. ഇപ്പൊ 10 കിലോ അധികം ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്താ? ജസ്റ്റ് മിനിറ്റ്. 10 × 20 200 നഷ്ടം. ബിയുടേതോ? ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ?
ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ബിയുടേത് നമുക്കിപ്പോ 100 കിലോഗ്രാം ഉപയോഗിക്കേണ്ടത് 110 കിലോഗ്രാം ഉപയോഗിച്ചു. അവിടെയും 10 രൂപ നഷ്ടം തന്നെ. നേരത്തെ 20 രൂപ, സോറി, നേരത്തെ 10 നഷ്ടം. 10 രൂപ പ്രൈസ്, 10 യൂണിറ്റ് അധികം ഉപയോഗിച്ചു. അപ്പോൾ 100 രൂപ ആ കേസിൽ നഷ്ടം. അപ്പൊ ടോട്ടൽ നഷ്ടം എന്ന് പറയുന്നത് 300 അഡ്വേഴ്സ് ആണ്. പറഞ്ഞു വന്നത്, നമുക്ക് 150 കിലോഗ്രാം ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് സ്റ്റാൻഡേർഡ് 200 കിലോഗ്രാം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ. 160 ഉപയോഗിച്ചു. 100 ബി ഉപയോഗിക്കേണ്ടത്, 110 ഉപയോഗിച്ചു. അപ്പോ ഡിഫറൻസ് 300 അഡ്വേഴ്സ് ആണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് പ്രൈസിലുള്ള വ്യത്യാസവും യൂസേജിലുള്ള വ്യത്യാസവും കൊണ്ട് നമുക്കുണ്ടായ നഷ്ടം എത്രയാ? 300 പ്ലസ് 270, 570 ടോട്ടൽ നഷ്ടമാണ്. ഇതാണ് നമ്മുടെ എന്ത് MCV. MCVയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അഥവാ MPVയും MUVയും ഉള്ള ടോട്ടൽ ആണെന്ത് MCV, ടോട്ടൽ വേരിയൻസ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു, SQ ഇൻറ്റു SP മൈനസ് AQ ഇൻറ്റു AP. ഇത് ഫോളോ ചെയ്താലും ഇതേ ആൻസർ കിട്ടും. എ ഉണ്ട്, ബി ഉണ്ട്. എയുടെ SQ 150 നമ്മൾ കണ്ടെത്തി, ബിയുടേത് 100 എന്നും പറഞ്ഞു. SP 20 ആണ് എയുടേത് സെല്ലിംഗ് പ്രൈസ്, ബിയുടേത് 10 ആണ്. എ ഉപയോഗിച്ചത് 160 ആണ്, ബി ഉപയോഗിച്ചത് 110 ആണ്. സെല്ലിംഗ് പ്രൈസ് 21 ബിയുടേത് 11. അപ്പം 3000 മൈനസ് എത്ര വരാം? കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാല് 150 ഇൻറ്റു 20 3000, 160 ഇൻറ്റു 21 3360. അപ്പൊ 360 അഡ്വേഴ്സ് എയുടെ കേസിൽ വരും, ബിയുടെ കേസിൽ 210 അഡ്വേഴ്സ് വരും. ടോട്ടല് 570 അഡ്വേഴ്സ്. അപ്പോ MPV പ്ലസ് MUV ഈസിക്വൽ ടു MCV. അതാണ് ഈ സംഭവം. അത് ഇക്വേഷൻ രൂപത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് MMV ആണ്, മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആണ്. ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അതും നമ്മൾ ഗ്രാഫ് ഇട്ട് ചെയ്തിട്ടുണ്ട്. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, ആക്ച്വൽ ക്വാണ്ടിറ്റി. ബിയുടേതും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ എയുടെ കേസിൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമുക്ക് എത്ര കിട്ടി? 162 റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ആക്ച്വൽ ക്വാണ്ടിറ്റി 160 ആണ്. 162 മൈനസ് 160 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 20 ആണ്. അപ്പൊ 2 ഇൻറ്റു 20 പോസിറ്റീവ് ആണല്ലേ. 162 ഉപയോഗിക്കാം റേഷ്യോ പ്രകാരം. നമ്മൾ 160 ഉപയോഗിച്ചല്ലോ. 2 ഇൻറ്റു 20 40 ഫേവറബിൾ ആണ്. ബിയോ, ബിയുടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 108, ആക്ച്വൽ 110 ആണ്. 108, ആക്ച്വൽ 110. ഇവിടെ 2 നഷ്ടമാണ്. 108 ഉപയോഗിക്കേണ്ടത് 110 ഉപയോഗിച്ചു. ഇപ്പൊ 10 രൂപയാണ്. 2 ഇൻറ്റു 10 20 അഡ്വേഴ്സ് ആണ്. അപ്പൊ നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് 20 ഫേവറബിൾ ആണ്. MYV അടുത്തത് ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. എയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 150 നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ബിയുടേത് 100 എന്നും പറഞ്ഞിട്ടുണ്ട്. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 162, 108. പ്രൈസ് ആസ് യൂഷ്വൽ 20, 10. 240 അഡ്വേഴ്സ് ആണ്, നഷ്ടമാണ്, നെഗറ്റീവ് ആണ്.
80 നെഗറ്റീവാണ്. ടോട്ടൽ 320 നെഗറ്റീവ്. അപ്പൊ ഇവിടെ നെക്സ്റ്റ് ഒരു വെരിഫിക്കേഷൻ സംഭവം ഉണ്ട്. എന്താ വെരിഫിക്കേഷൻ? മുകളിൽ വെരിഫൈ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു വെരിഫിക്കേഷൻ എഴുതിയിരുന്നു. ഇതൊരു വെരിഫിക്കേഷൻ ആണ്. എന്ത്? MCV എന്ന് പറഞ്ഞാൽ MUVയും MPVയും തമ്മിലുള്ള സമ്മറിയാണ്. അതുപോലെ MUV എന്ന് പറഞ്ഞാല് MMVയും MYVയും തമ്മിലുള്ള സമ്മറിയാണ്. നമ്മൾ ഈ ഇക്വേഷൻ എഴുതുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും. എവിടെ നമ്മൾ ഇക്വേഷൻ? MMVയുടെയും MUVയുടെയും സമ്മറിയാണ് എന്ത്? MUV. MUVയുടെയും MPVയുടെയും സമ്മറിയാണെന്ത്? MCV. ഓക്കെ. അതുപോലെ തന്നെ വെരിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഓൾറെഡി MUV കിട്ടിയിട്ടുണ്ട് മുകളിൽ. എവിടെ MUV നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 300. അത് തന്നെയാണോ MMVയും MYVയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നോക്കാം. MMV നമുക്ക് 20 ഫേവറബിൾ ആണ് കിട്ടിയത്. പ്ലസ് MYV 320 അഡ്വേഴ്സ് ആണ് കിട്ടിയത്. അപ്പൊ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവും. അപ്പൊ 300 അഡ്വേഴ്സ് വെരിഫൈ ചെയ്തു. 300 MUV. അതേ 300 തന്നെയാണ് നമുക്ക് MUV കിട്ടിയത്. ഇനി ഇതില് ഒരു കാര്യം കൂടി പറയാം. MYV നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇട്ട് ചെയ്തു എന്നല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല, അതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞിട്ടില്ല. ഒന്നുകൂടി കോൺസെപ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. 10 കിലോഗ്രാം ഇട്ടാൽ 8 കിലോഗ്രാം ഔട്ട്പുട്ട് കിട്ടണം. 200 കിലോഗ്രാം കിട്ടാൻ 250 കിലോഗ്രാം ഇൻപുട്ട് വേണം. അപ്പൊ ആക്ച്വലി 270 ഇട്ടാൽ എത്രയാണ് ഇൻപുട്ട് വരേണ്ടത്? 10 ഇട്ടാൽ 8 ആണെങ്കിൽ 270ന്റെ 80% ഔട്ട്പുട്ട് വരണ്ടേ? അഥവാ ദാറ്റ് ഈസ് 216 kg ഔട്ട്പുട്ട് വരണ്ടേ? നമുക്ക് 200 kg അല്ലേ ഔട്ട്പുട്ട് വന്നുള്ളൂ. 16 kg എങ്ങോട്ട് പോയി? ഈ 16 kg ആണ് ഈൽഡിലുള്ള വേരിയൻസ് ഉണ്ടാക്കുന്നത്. അഥവാ 10 കിലോഗ്രാം ഇട്ടാൽ അതിന്റെ 80% പ്രൊഡക്ഷൻ നടന്ന് അഥവാ എഫിഷ്യൻസിയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂസേജിൽ വന്നു കഴിഞ്ഞാൽ 8 കിലോഗ്രാം ഔട്ട്പുട്ട് വരേണ്ടതാണ്. അപ്പൊ 270 കിലോഗ്രാം ആക്ച്വലി ഇട്ട ഔട്ട്പുട്ടിന് 200 കിലോഗ്രാം പോരല്ലോ മക്കളെ. 216 കിലോഗ്രാം വേണ്ടേ? നമുക്ക് എത്ര വന്നുള്ളൂ? 200 വന്നുള്ളൂ. ഈ 16 കിലോഗ്രാം ആണ് നമ്മൾ ഈൽഡിന് ഉണ്ടാകുന്ന വേരിയൻസ്. അത് നമുക്ക് വേറൊരു രീതിയിൽ ഇക്വേഷൻ ഇട്ട് ചെയ്യുകയാണെങ്കിൽ MYVയുടെ മറ്റൊരു ഇക്വേഷൻ എന്താണ്? നമുക്ക് ആക്ച്വൽ ഈൽഡ് മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡ്. ആക്ച്വൽ ഈൽഡ് എത്രയാ? 200 മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡ് എത്രയാ? 216. അങ്ങനെ കിട്ടി 10 കിലോഗ്രാം ഇൻപുട്ട് ചെയ്താൽ 8 കിലോഗ്രാം ഔട്ട്പുട്ട് വരണം എങ്കിൽ 270 കിലോഗ്രാം ഇൻപുട്ട് ചെയ്താൽ എത്ര ഔട്ട്പുട്ട് വരണം? ദാറ്റ് ഈസ് 8/10 ഇൻറ്റു 270 ഈക്വൽ ടു 216. ഒന്നും കൂടി പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഇൻറ്റു ആക്ച്വൽ ഇൻപുട്ട്. ഇത് വേണം പഠിക്കണം എന്നല്ല, ഞാനൊരു കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് 216 കിലോഗ്രാം കിട്ടണം. അപ്പൊ 200 കിലോഗ്രാം കിട്ടേണ്ടത് 216 കിലോഗ്രാം കിട്ടുമ്പോൾ ഇവിടെ എത്ര രൂപയുടെ വ്യത്യാസം? 200 മൈനസ് 216. 16 കിലോഗ്രാം ഇൻപുട്ട് നെഗറ്റീവ് ആണ്, കാണുന്നില്ല, അലിഞ്ഞുപോയി, ഒലിച്ചുപോയി, എവിടെ പോയി? അതിനെന്ത് കോസ്റ്റ് വരും? ഇൻറ്റു ആവറേജ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കോസ്റ്റ് പെർ യൂണിറ്റ്. ആവറേജ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കോസ്റ്റ് പെർ യൂണിറ്റ്. എവിടെ നിന്ന് ഈ ആവറേജ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം? ആവറേജ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്
കോസ്റ്റ് പെർ യൂണിറ്റ് എവിടെ നിന്ന് കിട്ടും? നമുക്കറിയാം, നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എയുടെ പ്രൈസ് 20 രൂപയാണ്, ബിയുടെ പ്രൈസ് സ്റ്റാൻഡേർഡ് പ്രൈസ് 10 രൂപയാണ്. എ 6 കിലോഗ്രാം ഉപയോഗിക്കണം, ബി 4 കിലോഗ്രാം ഉപയോഗിക്കണം. 120 രൂപ വരും എക്ക് മൊത്തം ചെലവ്, ബിക്ക് 40 രൂപ വരും. അപ്പൊ ടോട്ടല് 160 രൂപ ചെലവ് വരും. എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ? എത്ര നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ? എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ? 8 കിലോഗ്രാം സി പ്രൊഡ്യൂസ് ചെയ്യാൻ. 8 കിലോഗ്രാം സി പ്രൊഡ്യൂസ് ചെയ്യാൻ 160 രൂപ ചെലവ് വരും. അപ്പോ ഫോർ 1 kg ഓഫ് സി 160 ഡിവൈഡ് ബൈ 8 20 രൂപ. അപ്പോൾ ആ 20 രൂപയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഇക്വേഷൻ ഇവിടെ മറ്റൊരു ഇക്വേഷൻ ആണ് പറയുന്നത്. ഫോർ 200 kg ആക്ച്വൽ പ്രൊഡ്യൂസ് ചെയ്തു, സ്റ്റാൻഡേർഡ് ആയിട്ട് 216 കിട്ടണം 270 കിലോഗ്രാം ഉപയോഗിക്കുമ്പോൾ. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഇപ്പൊ എത്ര കിട്ടിയത്? ഇവിടെ 20 രൂപ ഇൻറ്റു 20, 320 അഡ്വേഴ്സ് നഷ്ടം. ഏത് 320 നഷ്ടം? മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് 320 നഷ്ടം. ഓൾറെഡി നമുക്ക് മറ്റേ ഇക്വേഷനിൽ കിട്ടി. ഇനി ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എംബൈബിയുടെ ഈ രീതിയിലുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് അങ്ങോട്ട് പോകണ്ട, ഈ പറഞ്ഞ ഇക്വേഷൻ മനസ്സിലാക്കി വെച്ചാൽ മതി, ആൻസർ അവിടെ കിട്ടും. അപ്പോൾ ഇത് വേറൊരു രീതിയിൽ എംബൈബി ചെയ്യുന്നതാണ്. ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. കോൺസെപ്ച്വലി ഇതാണ് കറക്റ്റ് സാധനം. ക്ലിയർ? അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ പാർട്ടില്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുമ്പം മെറ്റീരിയലുമായി ബന്ധപ്പെട്ടിട്ട് പ്രൊഡക്ഷനിലെ മെറ്റീരിയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുകയും ആക്ച്വലായിട്ട് കമ്പയർ ചെയ്യുന്നതുമാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പ്രൈസിലുള്ള വേരിയൻസ് ഉണ്ടാവും. എക്സ്റ്റേണൽ ആണ്, നമ്മുടെ കൺട്രോളിലുള്ളതല്ല. യൂസേജ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വേരിയൻസ് ഉണ്ടാകും. യൂസേജിലുള്ള വേരിയൻസിൽ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലേ ഈ ഏരിയകളുള്ളൂ. ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തിന്റെ പ്രശ്നം ഉണ്ടാവും? മിക്സിലുള്ള പ്രശ്നം ഉണ്ടാവും. കറക്റ്റായിട്ട് കറക്റ്റ് റേഷ്യോ തന്നെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്, ആ റേഷ്യോ മാറിയാലും വേരിയൻസ് ഉണ്ടാകും. അതുപോലെ ഈ യൂസേജിലും മിക്സിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ എന്തുണ്ടാകാം? വ്യത്യാസം ഉണ്ടാകാം. അപ്പൊ അതിന് ഇക്വേഷൻസ് പറഞ്ഞു. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് ആണ് MCV. പ്രൈസ് വേരിയൻസ് സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് MPV. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് MUV. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് MV. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് MYV. അതിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് ഇപ്പൊ താഴെ പറഞ്ഞിരിക്കുന്നത്. അത് എന്താണ് ഇക്വേഷൻ? ആക്ച്വൽ ഈൽഡ് മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡ് ഇൻറ്റു ആവറേജ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെ ഒരു സംഭവം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ രീതിയിൽ വേർതിരിക്കാൻ ശ്രമിക്കുക. സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ ഒരു ഭാഗവും ആക്ച്വൽ എന്നുള്ള രീതിയിൽ മറ്റൊരു ഭാഗവും. എന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ പ്രൊഡ്യൂസ് ചെയ്തതിന് എന്ത് സ്റ്റാൻഡേർഡ് വരും. നേരത്തെ പറഞ്ഞ ചായപ്പൊടിയുടെ എക്സാമ്പിൾ, ഒരു ചായ ഉണ്ടാക്കാൻ 2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 10 ചായ ഉണ്ടാക്കുമ്പോൾ 2 അല്ലല്ലോ ഇടുക, 20 ഇടും. 100 ഉണ്ടാക്കുമ്പോൾ 200 ഇടും. അതുപോലെ 8 ഉണ്ടാക്കാനാണ് 6ഉം 4ഉം പറഞ്ഞത്. അപ്പൊ 200 ഉണ്ടാക്കാൻ എത്ര വേണം? 150 100 നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് താഴെ. അതെങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒന്നാമത്തെ സ്റ്റെപ്പ് യൂസേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂസേജ് വേരിയൻസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ്. അഥവാ നമ്മൾ അധികമോ കുറവോ എങ്ങനെ ഉപയോഗിച്ചു, നമ്മൾ ഉപയോഗിക്കേണ്ടതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഉപയോഗിച്ചു
ഇനി ഉപയോഗിച്ചത് അധികമോ കുറവോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപയോഗിച്ചതിന്റെ പ്രപ്പോർഷനെങ്കിലും കറക്റ്റ് ആണോ, 6:4 ആണോ എന്ന് നോക്കുന്നതാണ് റിവൈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇപ്പൊ റേഷ്യോ മിക്സിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കോസ്റ്റ് വേരിയൻസ് പ്രൈസ് വേരിയൻസ് എന്തായാലും ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പ്രൈസിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്ന്. യൂസേജ് വേരിയൻസ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഉപയോഗിച്ച് ചെയ്യാം, മിക്സ് വേരിയൻസ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഉപയോഗിച്ച് ചെയ്യാം, ഈൽഡ് വേരിയൻസും രണ്ടാമത്തെ സ്റ്റെപ്പ് ഉപയോഗിച്ച് ചെയ്യാം. ഈൽഡ് വേരിയൻസ് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇക്വേഷൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ സാധനം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്തുകൊണ്ടാണ്. സ്റ്റാൻഡേർഡ് എങ്ങനെ കമ്പയർ, സ്റ്റാൻഡേർഡ് ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ടാവും. 8 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ 20 റുപ്യന്റെ 6 കിലോയും 10 രൂപയുടെ 4 കിലോ ബി ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ മൊത്തം 1 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ആവറേജ് കോസ്റ്റ് ആകും? അപ്പോൾ 20 × 6 120, 4 × 10 40, മൊത്തം 160 രൂപയാണ് 8 പ്രൊഡ്യൂസ് ചെയ്യാൻ വരിക. അപ്പോൾ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ ജസ്റ്റ് 20 രൂപ കോസ്റ്റ് വരും. കോസ്റ്റ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെയും MYV കണ്ടുപിടിക്കാം. അപ്പോൾ പിന്നെ വെരിഫിക്കേഷൻ നോക്കുമ്പോൾ MPVയും MUVയും തമ്മിലുള്ള സമ്മറിയാണ് എന്ത്, MCV. ഇക്വേഷൻ തൊട്ട് ചെക്ക് ചെയ്യാം, സെയിം കിട്ടും. ഇനി MMVയും MYVയും തമ്മിലുള്ള സമ്മറിയാണ് എന്ത്, MUV. MMV പ്ലസ് MYV. അത് നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി MUV കണ്ടെത്തിയിട്ടുണ്ട്. അത് രണ്ടും ശരിയാണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പൊ ഇത്രയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ഫസ്റ്റ് നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ പാർട്ടിലുള്ളത് ഇതാണ്. അപ്പോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതും ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഭാഗത്ത് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. പോരാതെ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കഴിഞ്ഞാൽ ലേബർ കോസ്റ്റ് വേരിയൻസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലേബർ കോസ്റ്റ് വേരിയൻസും വളരെ ഈസി ആയിട്ട് ചെയ്യാം. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ യൂസേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പം ലേബർ കോസ്റ്റ് വേരിയൻസിൽ ലേബറിന്റെ ഹവറിനെയാണ് അവിടെ വ്യത്യാസമുള്ളത്. ഒന്നിൽ ക്വാണ്ടിറ്റി വരുമ്പോൾ മറ്റൊന്നിൽ ഹവർ വരും. അപ്പൊ എഫിഷ്യൻസി ആണ് നോക്കുക. ഒന്നിൽ യൂസേജ് നോക്കുമ്പോൾ ഒന്നിൽ എഫിഷ്യൻസിയാണ് നോക്കുന്നത്. അപ്പൊ ഒരു ടൈം അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിനുള്ളിൽ പണി തീരണം എന്നുള്ളതാണ്. അതിനുള്ളിൽ തീർന്നില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അതുപോലെ ലേബറിന്റെ കൂലി ഒന്ന് ഫിക്സ് ചെയ്തു, മറ്റൊരു കൂലിയാ വരുന്നെങ്കിൽ ഇത് ലേബറിന്റെ പ്രൈസ് അല്ലെങ്കിൽ റേറ്റ് വേരിയൻസിൽ വരും. ബാക്കിയൊക്കെ സെയിം ആണ്, ഇക്വേഷൻ ഒക്കെ സെയിം ആണ്. ഇക്വേഷൻ കാണാതെ പഠിക്കുന്നവർ ഇക്വേഷൻ കാണാതെ മാത്രം പഠിച്ച കാര്യമില്ല. ഈ രീതിയിൽ കോൺസെപ്റ്റ് ക്ലിയർ ആവുക. പലപ്പോഴും നിങ്ങൾ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ പൊതുവെ ആൾക്കാർക്കുള്ള പ്രശ്നം ഇക്വേഷൻ മനസ്സിലാകുന്നില്ല, പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല, ക്വസ്റ്റ്യൻ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ള കുറെ കാര്യങ്ങളാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പൊ ആ ഒരു പ്രശ്നം ഈ ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഒറ്റയടിക്ക് മനസ്സിലാവണമെന്നില്ല, കുറെ കൂടുതൽ തവണ കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യനും ഒന്ന് നോട്ട് ചെയ്യുക, ഫോട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ മറ്റോ എടുക്കുന്നെങ്കിൽ എടുക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. അപ്പോൾ താങ്ക് യു.